നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില നേരങ്ങളിൽ ചിലരുടെ പ്രവൃത്തി നമുക്ക് വിചിത്രമായി തോന്നാറുണ്ട്. ബട്ട് വൈ എന്നറിയാതെ ചോദിച്ചു പോകുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുമുണ്ട്. കൈയില്ലാത്തവനും ഇതൊക്കെ കണ്ടാൽ കൈ കെട്ടിവെച്ച് അടിച്ചു പോകുമെന്ന കമന്റുകളും ഇത്തരം വീഡിയോയ്ക്ക് താരെ നിരന്തരമായി എല്ലാ ദിവസവും വരാറുമുണ്ട്. അത്തരത്തിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ ഒരു വീഡിയോയ്ക്ക് താഴെ ചോദിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, ഒരു വിമാനത്തിന്റെ എഞ്ചിന് സമീപം ഒരു ബോഡി ബിൽഡർ പുഷപ്പ് എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇത്തരത്തിലൊരു ചോദ്യത്തിന് പ്രേരിപ്പിച്ചത്. സിഡ്നി എയർപോർട്ടിൽ ഒരു കൊമേഴ്ഷ്യൽ ജെറ്റ് എഞ്ചിന് സമീപത്ത് നിന്നാണ് ബോഡി ബിൽഡറും സോഷ്യൽ മീഡിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുമൊക്കെയായ പ്രെസ്ലി ജിനോസ്കി ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ പ്രകടനം നടത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വീഡിയോയ്ക്ക് വലിയ വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുൻപ് വളരെ വേഗത്തിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടകരമായ പ്രകടനം 23-കാരനായ ബോഡി ബിൽഡർ നടത്തിയത്. വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരിക്കെ കഴിഞ്ഞ വർഷം ചിത്രീകരിച്ച വീഡിയോയാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇപ്പോൾ ഇയാൾ ഈ എയർപോർട്ടിലെ ജീവനക്കാരനല്ല. ഇത്തരത്തിൽ ഏറെ അപകടകരമായ ഒരു പ്രവൃത്തി എയർപോർട്ടിൽ നടന്നത് തങ്ങളുടെ ശ്രദ്ധയിൽ പെടാതിരുന്നതിനാൽ ഈ സിഡ്നി എയർപോർട്ട് അധികൃതർ അപലപിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുമെന്നും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും ഓസ്ട്രേലിയൻ എയർപോർട്ട് വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമായതോടുകൂടി താൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന ന്യായീകരണവുമായി ഇയാൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിമാനം നിർത്തിയിട്ടപ്പോഴാണ് താൻ എഞ്ചിന് സമീപത്ത് കയറിയത് എന്നും അതിനുശേഷം തന്റെ ജോലി തുടർന്നുവെന്നും ഇയാൾ പറയുന്നു. എന്തായാലും വിമാനത്തിനകത്തേക്ക് തലയോ കാലോ മറ്റ് ശരീരഭാഗങ്ങളോ പോകാതെ ഇയാൾ രക്ഷപ്പെട്ടത് തന്നെ ജീവന്റെ ഭയമാണെന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ഇനി കാണുന്നവർ, അതായത് ഇൻഫ്ലുവൻസർ എന്ന പേരിൽ പലരും പല പൊട്ടത്തരങ്ങളും സമൂഹ മാധ്യമങ്ങളുടെ കാണിക്കാറുണ്ട്. എന്താണ് നല്ലത്, എന്താണ് മോശമെന്ന് തിരിച്ചറിഞ്ഞ് അത് ഇൻഫ്ലുവൻസ് ചെയ്യണോ, തന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടത് ഈ വീഡിയോയും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന ഓരോരുത്തരും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.